ഭൂലോകത്തിലെ വൈകുണ്ഠമെന്ന് പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ നഗരത്തിൽ നിന്ന് വടക്കു പടിഞ്ഞാറേ ദിശയിൽ 25 കിലോമീറ്റർ അകലെയാണ് ഗുരുവായൂർ ക്ഷേത്രം നിലകൊള്ളുന്നത്. എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് തൃശൂർ കുന്നംകുളം റോഡ് വഴിയും പറവൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ ദേശീയപാത 17 വഴിയും ഗുരുവായൂരിലെത്താം. കോഴിക്കോട് പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കുന്നംകുളത്ത് നിന്ന് ദേശീയപാത 17 വഴി ഗുരുവായൂരിലെത്താം. റെയിൽ മാർഗം വരുന്നവർ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിനിൽ കയറണം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നിർമ്മാണ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. 1838 ക്ഷേത്രം പുതുക്കി പണിതതായി ചില രേഖകളിൽ കാണുന്നുണ്ട്. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് സാമൂതിരിയുടെ വിശ്വസ്തനായിരുന്ന ഉള്ളാട്ട് പണിക്കരാണ് ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. 1900 ബ്രിട്ടീഷുകാർ കോന്തി മേനോനെ ക്ഷേത്ര ചുമതല ഏൽപ്പിച്ചു. 1930 സാമൂതിരിയെയും മല്ലിശ്ശേരിയെയും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിമാരാക്കിക്കൊണ്ടുള്ള നിയമം മദ്രാസ് ഹൈക്കോടതി അംഗീകരിച്ചു. ആദ്യകാലത്ത് അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് 1931 കേളപ്പജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടന്നു. 1947 ക്ഷേത്രപ്രവേശന സ്വാതന്ത്ര്യ നിയമത്തിലൂടെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചു. 1970 തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തുടർന്ന് ഒരു ഓർഡിനൻസിലൂടെ ക്ഷേത്രഭരണം സർക്കാർ ഏറ്റെടുത്തു. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അത്യപൂർവമായ പാതാളശില കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹമാണിത്. ആ വിഗ്രഹത്തിന്റെ ചൈതന്യം സമ്പൂർണമായി ഇവിടെ തിളങ്ങുന്നുണ്ട്. അതിനാൽ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥലം തേടി ശിവൻ തപസ് ചെയ്യുന്ന രുദ്രതീർത്ഥക്കരയിലുമെത്തി. ഇവരുടെ ആഗമനോദ്ദേശം അറിഞ്ഞ ശിവൻ രുദ്രതീർത്ഥത്തിനു മുകളിലെത്തി ഇപ്രകാരം അരുൾ ചെയ്തു: നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം ഇതുതന്നെയാണ്. മഹാവിഷ്ണു പൂജിച്ചിരുന്ന വിഗ്രഹം ഇവിടെ തന്നെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ശിവന്റെ ആഗ്രഹപ്രകാരം ഗുരുവും വായു ഭഗവാനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠ നടത്തി. മേലിൽ ഈ സ്ഥലം ഗുരുവിന്റെയും വായുവിന്റെയും പേരിൽ അറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ച് ശിവൻ രുദ്രതീർത്ഥത്തിന്റെ മറുകരയായ മമ്മിയൂരിലേക്ക് പോയി. കുംഭമാസത്തിലെ പൂയനാളിലാണ് പ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠയ്ക്കു ശേഷം ഗുരുവും വായുവും നിർദ്ദേശിച്ച പ്രകാരം വിശ്വകർമാവ് അമ്പലം പണിതു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ ചൈതന്യത്തെ ഭക്തർ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിലാണ് സങ്കല്പിക്കുന്നത്. നാലമ്പലത്തിന്റെ നിറുതി കോണിൽ ഗണപതിയും നാലമ്പലത്തിന് പുറത്ത് അഗ്നികോണിൽ ശാസ്താവും ഈശാന കോണിൽ ഇടത്തിരിക്കാവിൽ ഭഗവതിയുമാണ് ഉപപ്രതിഷ്ഠകൾ. രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ദേഹശുദ്ധി വരുത്തിയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. പാൻസ്, ഷർട്ട്, ചെരുപ്പ്, മൊബൈൽ ഫോൺ എന്നിവ ക്ഷേത്രത്തിനകത്ത് അനുവദിക്കുന്നില്ല. അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവില്ല. സാധാരണ ദിവസത്തെ പ്രധാന പൂജാ ചടങ്ങുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കാലത്ത് 3 മണിക്ക് നട തുറക്കും. 3:10 വരെ നിർമ്മാല്യ ദർശനമാണ്. 3:10 തൈലാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം. 3:45 മലർ നിവേദ്യം, മുഖാലങ്കാരം. 4:15 ഉഷ നിവേദ്യം. 5:30 ഭക്തദർശനം, എതിരേറ്റു പൂജ, തുടർന്ന് ഉഷപൂജ. 6:15 ദർശനവും ശിവേലിയും. 7:30 പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി നിവേദ്യം, പൂജ എന്നിവ നടക്കും. 11:30 നിവേദ്യം, ഉച്ചപൂജ. ഉച്ചയ്ക്ക് 12:30 നട അടച്ചാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് 4:30 നട തുറക്കുന്നത്. 6:15 വരെ ശിവേലിയും ദർശനവും. 6:15 ദീപാരാധന. 6:45 ദർശനം, നിവേദ്യം, അത്താഴപൂജ. 8:30 അത്താഴ ശിവേലി.
9-ന് ആരംഭിക്കുന്ന തൃപ്പുക, ഓലവായന എന്നിവ കഴിഞ്ഞ് 9:30-ന് നട അടയ്ക്കുന്നു. നട അടച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസവും വഴിപാടായി കൃഷ്ണനാട്ടം ഉണ്ടാകും. ഭജനം, ശയനപ്രദക്ഷിണം, അർച്ചന, അഭിഷേകം, അലങ്കാരം, ചോറൂണ്, വിവാഹം, ആനയൂട്ട്, പ്രസാദ ഊട്ട്, തുലാഭാരം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. കാലത്ത് 10 മണി മുതൽ ഊട്ടുപുരയിൽ ഭക്തർക്കായി പ്രസാദ ഊട്ട് നടത്തുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശിയിൽ ആഘോഷിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി, അതിനോടനുബന്ധിച്ച് നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം, ഗജരാജൻ അനുസ്മരണം, ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി, വിഷുക്കണി, നിറപുത്തരി എന്നിവ ഇവിടെ വിശേഷമാണ്. കുംഭമാസത്തിൽ പൂയൻ നാളിലാണ് ഗുരുവായൂർ ഉത്സവത്തിന് കൊടിയേറുന്നത്. 10-ാം ദിവസമാണ് ആറാട്ട്. ഉത്സവത്തിന്റെ 1-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ആനയോട്ടം നടത്തുന്നു. കലശം തുടങ്ങിയാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല. കിഴക്ക് നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്നവരെ എതിരേൽക്കുന്ന ഈ ആൽമരം അറിയപ്പെടുന്നത് മഞ്ജുളാൽ എന്നാണ്. ഗുരുവായൂരപ്പന്റെ ഭക്തയായ മഞ്ജുള എന്ന പെൺകുട്ടിയുടെ ഭക്തിക്കുണ്ടായ ഭഗവത് സാന്നിധ്യത്തിന്റെ ഓർമ്മയാണ് ഈ ആൽമരം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് വിവാഹം നടത്തുന്നത് സർവൈശ്വര്യദായകമായി കരുതപ്പെടുന്നു. വിശേഷ മുഹൂർത്തങ്ങളിൽ നിരവധി വിവാഹങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് നവദമ്പതികൾ നാലമ്പലത്തിലേക്ക് കടക്കാൻ പാടില്ല. കീഴ്വഴക്കമനുസരിച്ച് സാമൂതിരിമാർ ഇരുത്തിയവയും ഭക്തർ വഴിപാടായി നൽകിയവയുമായ 62 ആനകൾ ഗുരുവായൂരപ്പന്റേതായുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരെയുള്ള ദേവസ്വം വക പുന്നത്തൂർ കോട്ടയിലാണ് ആനകളെ പാർപ്പിച്ച് പരിപാലിക്കുന്നത്. ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ കേശവൻ എന്നീ ആനകളുടെ മഹിമ കേൾവി കേട്ടതാണ്.